കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തള്ളക്കോഴി ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന പോലെയാ ഞാൻ എൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത്. വിഘ്നേശ്വരന് അവരെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളാർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ശിവയുടെയും അമലയുടെയും ജീവിതത്തിൽ നല്ലത് വരണമെന്ന് മാത്രമല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ എപ്പോഴാണ് മടങ്ങി വരുന്നത്? നാളെ രാവിലെ തൊഴുതു കഴിഞ്ഞാൽ തിരിച്ച് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. നീ വേഗം ഇങ്ങ് വാ. എന്തായാലും മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കുട്ടികളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെ ഒന്ന് തൊടാൻ പോലും ഞാൻ ആരെ അനുവദിക്കില്ല. ഏട്ടാ, ചേച്ചി, കുറച്ചു നേരോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്താ ഇത്രയ്ക്ക് വലിയ ആലോചന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അതോ ഞാൻ ഇനി അയാളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ടെൻഷനിലാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ചേച്ചി കാര്യം പറ, എന്താ ഇത്രയും വലിയ ആലോചന? പ്രിയമോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. എന്ത് കാര്യം? അത് നാളെ രാവിലെ തൊഴുതു കഴിഞ്ഞാലേ നമുക്ക് ഉടനെ അങ്ങ് മടങ്ങിയാലോ? മടങ്ങാനോ? നമ്മൾ 2 ദിവസം താമസിക്കാൻ വന്നല്ലേ? അതെ. അമരാവതിയിലെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ? അവരെല്ലാം തിരിച്ചു വന്നില്ലേ, പിന്നെന്താ പ്രശ്നം? തിരിച്ചു വന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല മോളെ. ആ വീട്ടിനകത്ത് ഇനിയാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. എന്ത് പ്രശ്നം? ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭീകരാവസ്ഥയാണ് അവരനുഭവിച്ചത്. അതിന് കാരണം ശിവയും അമലയുമാണ്. ഏട്ടനും ഞാനും അതിൻ്റെ ഒരു ഭാഗം. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള അമർഷവും വേദനയൊക്കെ വീടിനകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതെങ്ങനെയും തടഞ്ഞേ പറ്റൂ. ആ വീടിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ചേച്ചി പറഞ്ഞ ശരിയാ. ഓ, ആ വീഡിയോ കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചുപോയി. ചേച്ചിക്ക് പേടിയുണ്ടല്ലേ? ആ വിഘ്നേശ്വർ വെറുതെ ഇരിക്കില്ലെന്ന് ഏട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞതാ. ഇത്രയും കാലം അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് എന്താന്ന് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതുവരെ ഒന്നും ഉണ്ടാവാതായപ്പോ ഞങ്ങൾ കരുതി എല്ലാം അയാൾ മറന്നു കാണുമെന്ന്. അയാള് വേറെ കല്യാണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇല്ല, അയാൾ വരും. ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കും അയാള്. എനിക്കെന്തോ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നുക. മോളെ, എനിക്ക് പേട്ടൻ്റെ അടുത്ത് ഉണ്ടായേ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോയാലോ ചേച്ചി? അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ. മഹാദേവനെ കണ്ട് തൊഴുത് സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ആ ചേച്ചി ഉറങ്ങിയില്ലേ ഇതുവരെ? ഹേയ് ഇല്ല. ആഹാരം കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ആ ചേച്ചി, ഞാനേ ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ? ആ അത് ചേച്ചി, ഞങ്ങള് നാളെ രാവിലെ തിരിച്ചു പോവാ. പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ചേച്ചിയോട് സംസാരിച്ചിരിക്കാ? നിക്ക് മോനെ, ഇപ്പൊ വരാം. അല്ല, നിങ്ങൾ 2 ദിവസം ഭജന ഇരിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട്? ആ
അതെ, പക്ഷേ ഇപ്പൊ അതിന് പറ്റുന്ന സിറ്റുവേഷൻ അല്ല. തൽക്കാലം തൊഴുതു മടങ്ങ, ബാക്കിയൊക്കെ പിന്നീട് ആവാലോ. അപ്പോ ഭഗവാനുള്ള വഴിപാട് പാതി പാതിയെ കൊടുത്താ മതിയല്ലേ? താൻ എന്തൊക്കെയാ പറയുന്നേ? പാതി പാതി കൊടുക്കാനോ? മനുഷ്യന് മനസ്സിലാവുന്ന വല്ല ഭാഷയിലും പറഞ്ഞാ കൊള്ളാം. അതെ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാ ഞാൻ പറഞ്ഞേ. ഇവർക്കൊക്കെ മനസ്സിലായി. താൻ മനുഷ്യജാതി തന്നെയാണോന്നാ എന്റെ ഒരു സംശയേ. ദേ, ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ മറുപടി ഞാൻ പറയുന്നില്ല. പ്രിയേ, പരസ്പരം കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും എന്തിനെങ്ങനെ വഴക്കു കൂടുന്നേ? നിനക്കൊന്ന് സൗമ്യമായിട്ട് സംസാരിച്ചൂടെ? കുറച്ച് ക്ഷമ കാണിച്ചൂടെ? അയ്യോ ചേച്ചി, എനിക്ക് ഭയങ്കര ക്ഷമയാന്നേ. പിന്നെ ഞാൻ അത്രയും ക്ഷമിച്ചോണ്ടാ ഈ പെണ്ണിപ്പ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിലേ ഈ ബാത്റൂമിൽ വെച്ച് എന്റെ മേത്ത് വെള്ളം കോരി ഒഴിച്ചതിന് ഇവിടെ മോന്തക്കെട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചേനെ. എന്നതാ വിവരം അറിഞ്ഞനെ പൊട്ടിച്ചേനെ. കണ്ടില്ലേ അനിയത്തിന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇവൾക്ക് 1 മണിയല്ല 1001 മണി കെട്ടിയാലും ഒരു കാര്യമില്ല. നീ എന്തൊക്കെയാ ഈ പറയണേ? സത്യ ചേച്ചിയെ, അത്രയ്ക്ക് അഹങ്കാരിയാ ഇവള്. അവളുടെ വർത്താനം കേട്ടില്ലേ? അത് അഹങ്കാരം കൊണ്ടല്ല ജയപ്രകാശ, അവളുടെ സ്വഭാവം ഇങ്ങനെയാ. എന്തിനോടും തുറന്നടിച്ചങ്ങ് പെരുമാറും. ജീവിതത്തിൽ ഇവളും ഒരുപാട് സങ്കടങ്ങളുടെ വക്കിലൂടെയാ കടന്നു വന്നത്. ഇപ്പോഴും ആ സങ്കടങ്ങൾക്കകത്തു നിന്ന് സ്വന്തമായ ഒരു ജീവിതം കണ്ടെത്താനുള്ള ശ്രമത്തിലാ ഇവള്. ഓ പിന്നെ സങ്കടാണെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നാലേ എപ്പോഴും കരഞ്ഞോണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. വെറുതെ അങ്ങ് നെഞ്ചും പിരിച്ച് അങ്ങോട്ട് നിക്കണം. ആര് വന്നാലും ഓടാ പുല്ലേന്നങ്ങ് പറയണം. അത്ര തന്നെ. ഹലോ, താൻ എന്നെ ഉപദേശിക്കാൻ വരണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി, മതി മതി മതി, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലുകൂടണ്ട. ജ്യോതി പോട്ടെ മോളെ. ശരി, പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോനെ, നമുക്ക് പോവാം. അപ്പൊ നാളെ കാണാട്ടോ. അങ്ങനെ ഇപ്പൊ നാളെ കാണണ്ട. എടി, ഉണ്ടായിരിക്കെ, ചേച്ചി ഉണ്ടായിരിക്കെ. അതെ, നിങ്ങൾ അകത്ത് കയറി തൊഴുതോ. മോനെ, ഞാൻ രസീത് എഴുതിയിട്ട് വരാം. ശരി, വാ പ്രിയ. അതെ, കടലിറങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഒരുപാട് പേര് മുങ്ങിപ്പോയ സ്ഥലം അത്. ഈ അടുത്തും അവിടെ ആളെ തിര കൊണ്ടുപോയിട്ടുണ്ട്. സൂക്ഷിച്ചൊക്കെ ഇറങ്ങിയാ കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളാം. ഇയാള് രക്ഷിക്കാൻ വരണ്ട. പ്രിയേ, എന്തിനാ നീ വഴക്കൂടുന്നേ? ഇയാൾ എന്നോടല്ലേ വഴക്കുണ്ടാക്കുന്നേ? മിണ്ടാതിരിക്കും. വലിയ വാശിക്കാരിയല്ലേ? ജയപ്രകാശ് എപ്പോഴും ഹാപ്പിയാണല്ലോ. ഇത്ര സരസമായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടേയില്ല. ഉള്ളിലുള്ളതൊന്നും പുറത്ത് കാണിക്കാതിരിക്കാനാ ഈ ചിരിയും ബഹളവും ഒക്കെ. അവനൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു.
വളർന്നപ്പോഴും അവരൊരുമിച്ചായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ അവരൊരുപാട് കൊതിച്ചു. പക്ഷേ അവനെ ഒറ്റയ്ക്കാക്കി അവളങ്ങ് പോയി. അയ്യോ, എന്തു പറ്റി? അവൾക്ക് ലുക്കീമിയായിരുന്നു, അറിഞ്ഞില്ല. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കായി. പക്ഷേ അവന്റെ സങ്കടം അവൻ ആരെയും അറിയിക്കില്ല. എപ്പോഴും കളിയും ചിരിയായിട്ട് അങ്ങ് നടക്കും. ചേച്ചിയുടെ ഫാമിലിയൊക്കെ, ഭർത്താവും മക്കളും ഒക്കെ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ജ്യോതി. അവന് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതം. അതെന്തു പറ്റി? പറയാൻ തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. എന്തായാലും ഫോൺ നമ്പർ തന്നിട്ടുണ്ടല്ലോ, ഇനി വിളിക്കുമ്പോ പറയാം. ശരിയാ. പ്രേമോളെ, ആ വാ പോവാം. ചേച്ചി വാ, അങ്ങോട്ട് പോവാം. നല്ല രസമുണ്ടായിരിക്കും. വാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. വാ, കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോവാം. ഹൈ എടോ, അങ്ങോട്ട് ഇറങ്ങരുന്നേ, തിരിച്ചും കേറി വാ. ഹ, ഇവിടുത്തെ തിരകൾക്ക് വലിയ ശക്തിയാ. പിന്നെ താനാരാ അത് പറയാൻ? എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. താൻ ഇത്രയ്ക്ക് അനുസരണമില്ലാത്ത കുട്ടിയാണോ ഇങ്ങോട്ട് കേറി വരാൻ? താൻ പോടോ. അനുസരണം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ടേക്ക് പ്രേമോളെ പോവാം. വേണ്ട, നീ ഒന്ന് വന്നേ. ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോവാ. പ്ലീസ്. വേണ്ടടി. ശരി, നീ പോ. ഒരുപാട് ദൂരെ പോലെ. ടാറ്റാ. പതുക്കെ. ആ അവൾക്ക് കടലെന്ന് വെച്ച ഭ്രാന്ത. പ്രിയെ നോക്കി പോണേ. അങ്ങോട്ട് ഇറങ്ങരുതെന്ന്. ഈ കുട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ. മോനെ, ഇങ്ങോട്ട് കേറി വരാൻ പറഞ്ഞല്ലേ. പ്രിയെ, പറഞ്ഞ ഒരു അനുസരണയില്ല. താനെന്തിനാണ് എന്നെ കയറി പിടിച്ചത്? പിടിച്ചെന്നോ? ആര്? രക്ഷിക്കാൻ നോക്കിയപ്പോ കേറി പിടിച്ചെന്ന് പറയുന്നു. പിന്നെ രക്ഷിക്കാൻ നോക്കി. പ്രിയ മോളെ, നീ വീഴാൻ പോയപ്പോഴല്ലേ ജയപ്രകാശ് വന്ന് നിന്നെ പിടിച്ചത്? അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചിയെ. കുട്ടി എന്താ അബദ്ധം ഈ കാട്ടിയത്? ഞാൻ കടലിൽ ഇറങ്ങി കളിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ല, എനിക്കറിയാം. പക്ഷേ ഇത് അവസാനത്തതായനെ. ഓ പിന്നെ ഈ തിരയിൽപ്പെട്ട് പോയവരാരും ഇന്നേ വരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. മൂന്നാം പക്ഷേ വല കൊണ്ടുവരും, ചത്ത് ചീർത്തൊരു ശവമായിട്ട്. ജയപ്രകാശ, മതി നിർത്ത്. നീ എന്തിനാ കുട്ടി ഇങ്ങനെ വഴക്ക് പറയുന്നേ? അതിന് കാര്യം മനസ്സിലായല്ലോ. മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. അവൻ ഇത്തിരി വെപ്രാളം കൂടുതലാ. എടി, ജയപ്രകാശ് പറഞ്ഞാൽ എന്താ തെറ്റ്? ചേച്ചി, നിന്നോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ? ചേച്ചി എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പറ്റിയില്ലല്ലോ. പ്രിയ, നീ ഒന്നും മിണ്ടാ നിന്നേ. ഇയാള് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചതാ. ഓ ശരി ശരി ശരി, ഒന്ന് അടങ്ങ് എന്റെ പ്രിയേ. ഉഫ്. ചേച്ചി, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? ശരി ജ്യോതി. ആ പ്രകാശ, താങ്ക്സ്. ശരി, വാ, ഇങ്ങോട്ട് നടക്കണേ. എന്ത് ദേഷ്യാടാ? വെറുതെ. ഏട്ടാ, ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചേ? അവളാകെ പേടിച്ചിരിക്കുവോ? ഞാനിപ്പോ മായയോടും ബാലുവിനോടും സംസാരിച്ചായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള പേടിയില്ല അവര്. പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. ഉണ്ടാകാൻ തന്നെയാ സാധ്യത. എനിക്കെന്ത് സംഭവിച്ചാലും ഞാനത് കാര്യമായിട്ടെടുക്കില്ല. എൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും എനിക്കതിന് ഭയവുമില്ല. പക്ഷേ എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി ഇതുപോലൊരു സംഭവം അവരുടെ ജീവിതത്തിലുണ്ടായാൽ
അവർക്കത് താങ്ങാൻ കഴിയില്ല. അയാൾ എന്തിനായിട്ടാ അവരെ ഉപദ്രവിക്കുന്നേ? അവരല്ലല്ലോ അയാളുടെ കല്യാണം മുടക്കിയത്. ജ്യോതി, ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്നത് ശത്രുവിന്റെ മനോവീര്യം തകർക്കലാണ്. ശത്രുവിനോടൊപ്പം നിൽക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, അതൊക്കെ തകർക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അയാൾ നമ്മളെ നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. എന്നോട് നേരിട്ട് വരുമ്പോൾ അതൊന്നും എന്നെ ഭയപ്പെടുത്തില്ല എന്ന് അവന് നന്നായി അറിയാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കണം. അവർക്ക് വേദനിക്കുമ്പോൾ എനിക്കും വേദനിക്കും. അവർ ഈ വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ മനോവീര്യം തകർക്കും. ആ സമയം നോക്കി അവൻ എന്നെ നേരിടാം. ഇതായിരിക്കും അയാളുടെ കണക്കുകൂട്ടൽ. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അവർ മാനസികമായി വളരെ തളർന്നിരിക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവർക്കറിയില്ല. ഏട്ടാ, അപ്പോ അയാൾ നേരിട്ടൊരു യുദ്ധത്തിന് വരുമെന്ന് ഉറപ്പായി അല്ലേ? അതെ, അയാൾ വരും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനു മുമ്പ് എൻ്റെ മക്കളെയും മരുമക്കളെല്ലാം സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് എത്തിക്കണം എനിക്ക്. ജ്യോതി, ശിവയ്ക്ക് വേണ്ടി നമ്മൾ അമലയെ കൊണ്ടുവന്നത് ഒരു തെറ്റായിപ്പോയോ? ഒരിക്കലും ഇല്ല ഏട്ടാ. സ്വന്തം കൂടപ്പിറപ്പുകളുടെ ജീവിതം സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാ, ബാധ്യതയാ. അതിനുവേണ്ടി ഏതറ്റം വരെ പോവേണ്ടി വന്നാലും അതിലൊരു തെറ്റുമില്ല. MP വിഘ്നേശ്വർ, അകലെയിരുന്ന കരുക്കൾ നീക്കുന്ന ശത്രു. അയാൾ വരും. ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതൊന്നും സാരമില്ല ഏട്ടാ. എന്തും സഹിക്കാൻ തയ്യാറായിട്ടല്ലേ ഞാൻ ഏട്ടന്റെ കൂടെയുള്ളത്. എല്ലാവർക്കും കൊടുത്ത വാക്കുകൾ എനിക്ക് പാലിച്ചേ പറ്റൂ. പ്രിയയുടെ കല്യാണവും എത്രയും വേഗം നമുക്ക് നടത്തണം. ആശാലതേ, ആശാലതേ, എന്താ മനുഷ്യ? ആ ഇവിടെ നിൽക്കുന്ന വാ. നോക്കിയേ. അയ്യോ, എന്നെ നോക്കാനല്ല, ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ. പിന്നെ നിങ്ങളെ നോക്കിയാലും മതി. ഇവിടെ തന്നെ. ആരാ ഇത്? ഇതാണ് സുധീഷ്. നാളെ പ്രിയയെ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ. കണ്ടോ, കൊള്ളാവോ? കൊള്ളാമോന്ന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവളല്ലേ ഉത്തരം പറയേണ്ടത്. അല്ല, മരുമകനാകാൻ പോകുന്ന പയ്യനെ നിന്നെ കൂടെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയണമല്ലോ, അതാ ചോദിച്ചു. പിന്നെ നിങ്ങൾ അവളെ കൊണ്ടുപോയി കാണിക്കും മനുഷ്യ. എന്നാ നീ കൂടെ വാ. ഞാനെങ്ങും വരുന്നില്ല. നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചാൽ മതി. നിങ്ങളോടാവുമ്പോ അവളെ എന്താണെങ്കിലും പറയും. അതൊന്നും സാരമില്ല, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. നീ വാ, ചോദിക്കാം, വാന്നേ. വേണ്ട. ദേ, മോൾ ഇറങ്ങി വരുന്നുണ്ട്, പോയി ചോദിക്കേ. ചെല്ല്. മോളെ. എന്താ അച്ഛാ? DK നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് അത് മോളെ കാണിക്കാൻ പറഞ്ഞു. മോക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കത് ആലോചിക്കാം. ഇതാ പയ്യൻ. വേണ്ട അച്ഛാ, എനിക്ക് ആരെയും കാണണ്ട. കാണണ്ടേ? നീ എന്തോ ഈ പറയുന്നേ? എനിക്കിപ്പൊ കല്യാണം വേണ്ട. എടി, നീ എന്താടി സന്യസിക്കാൻ പോണോ? ആ, ഞാൻ സന്യസിച്ചോളാം. ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. അഹങ്കാരം പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. നീ ഒന്ന് സമാധാനത്തോടെ സംസാരിക്കും കൊച്ചിനോട്. ഇവളുടെ ഈ വർത്താനത്തിന് എന്ത് സമാധാന സുധേട്ടാ പറയേണ്ടത്? അമ്മേ, നിങ്ങൾ ഇനി എത്ര വഴക്ക് പറഞ്ഞാലും കൊന്നാലും ഞാൻ ഇനി ഒരു കല്യാണത്തിന് തയ്യാറാവില്ല. നിങ്ങളൊന്ന് ഏട്ടനോട് പറഞ്ഞേക്ക്. എടി, നീ പിന്നെ ചേട്ടന് വാക്ക് കൊടുത്തതോ?
ഞാൻ ഏട്ടന് വാക്ക് കൊടുത്തതാ. പക്ഷെ ഞാൻ ആ വാക്ക് പാലിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കതിന് കുറച്ച് സമയം വേണം. എത്ര സമയം? അതെനിക്ക് പറയാൻ പറ്റില്ല. മോളെ, എന്താ അച്ഛാ? എന്റെ മോളെ, ഇത് അങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛാ, അച്ഛൻ ചേട്ടനോട് എനിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ മതി. അപ്പോഴോ? അപ്പൊ ഏട്ടൻ മാറ്റി വെച്ചോളൂ. അങ്ങനെ 2-3 തവണ ആവുമ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടും. ഓ അത് ശരി. അപ്പൊ ഓരോന്നോരോന്നായിട്ട് മുടക്കാനാണ് നിന്റെ പരിപാടി. അത് നടക്കത്തില്ലടി. ഞാനത് സമ്മതിക്കത്തില്ല. അവര് പെണ്ണ് കാണാൻ വരികയും ചെയ്യും, ഈ കല്യാണം നടക്കുകയും ചെയ്യും.